ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വരുമ്പം മഴയാട്ടോ. പിള്ളേരാണെങ്കിൽ രാവിലെ മഴ ആയതുകൊണ്ട് വെളി ഇറക്കിയില്ല. രണ്ടുപേരും ഇവിടെ കല്ലും കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ആണെങ്കിൽ ഒരാൾ ഫോൺ വിളിയാട്ടോ. ആരാന്ന് എനിക്കറിയത്തില്ല, കൂട്ടുകാരായിരിക്കും. നിങ്ങളോർക്കും ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ എണ്ണയൊക്കെ കാച്ചാൻ വേണ്ടി രാവിലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നാണ്. ഒത്തിരി പേര് ചോദിച്ചു തലയിൽ ഇപ്പം നാടൻ എന്തുവാ നാടൻ കാച്ചിയ എണ്ണ ഒന്നും തേക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു. ഇപ്പം എണ്ണയൊന്നും അങ്ങനെ തേക്കാറില്ല. ഇന്ന് ഒരു എണ്ണയൊക്കെ കാച്ചണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ പറ്റിയില്ല. വെയിൽ വരുന്നുണ്ട്, എന്നാലും ചെറുതായിട്ടൊരു ചാറ്റൽ മഴ. വെളിയിലിരുന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളേ. അകത്താണെങ്കിൽ അടുക്കളയിലാണെങ്കിൽ നല്ല രീതിയിൽ വെട്ടമില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും ശരിയായിട്ട് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ ഇവിടെ ഒന്നും നോക്കണ്ട, ഇവിടെ എല്ലാം പെയിൻ്റ് എല്ലാം പോയിരിക്കുവാണ്. അങ്ങനെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു. മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴാട്ടോ നല്ല മഴക്കാർ കണ്ടത്. ഇപ്പോൾ ചെറുതായിട്ട് തോരുന്നുണ്ടെന്ന് തോന്നുന്നു, ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ അനിയൻ്റെ യൂണിഫോം കേട്ടോ. ഞങ്ങളുടെ രാവിലത്തെ 10 മണി പൂവൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ചെടിയുടെ പേരെന്താണെന്നറിയാമോ? ഇത് നമുക്ക് മുടിയിലൊക്കെ തേക്കാൻ പറ്റുന്ന കേട്ടോ. പിന്നെയാണ് ഈ കാച്ചിയ എണ്ണയിലൊക്കെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇന്നവരെ കേട്ടോ. എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഈ ഏലം മനസ്സിലാവും. ഇത് പണ്ടൊക്കെ ആണെങ്കിലും ഞാനാണെങ്കിലും എൻ്റെ ഞാൻ അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പം ഇതിൻ്റെ വലിയ ഒരു ഇലയുണ്ട്. ഇതിൻ്റെ പേര് കുറുന്തോട്ടി എന്നാണ്. ഇതിൻ്റെ വലിയൊരു ഇലയുണ്ട്. ആ ഇലയൊക്കെ ആണെങ്കിൽ കല്ലയിട്ട് ഉരച്ച് അമ്മായാണെങ്കിൽ താളി ഉണ്ടാക്കി തരുമായിരുന്നു ഇത്. പക്ഷെ ഇപ്പോഴും ഇതിനൊന്നും കാണാനേ കിട്ടുന്നില്ല. ഇതാണ് ഇതിൻ്റെയൊക്കെ ചെറുതാണ്, കണ്ടില്ലേ? അങ്ങനെ സമയം ഒരു ഉച്ചയ്ക്കായി കേട്ടോ. എല്ലാവരും ഊണ് കഴിക്കുന്ന സമയമില്ലേ, ഞങ്ങൾ ഇച്ചിരി 2 മണിയായപ്പോഴാണ് ഊണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് കുട്ടികൾ കഴിക്കുകയും കളിക്കുകയായിരുന്നു കേട്ടോ. രണ്ടോടെയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവരും കഴിച്ച് ഞാനും കഴിക്കും കേട്ടോ. ഞാൻ ധൃതി പിടിച്ചാൽ കഴിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് മഴക്കാറും ഒരു വശത്ത് നല്ല വെയിലും ഉണ്ട്. ഈ വെയിൽ പോകുന്നതിന് മുമ്പ് വേണം തുണിയെല്ലാം ഉണക്കിയെടുക്കണം, വിറക് ഉണക്കിയെടുക്കണം, പിന്നാണ് എനിക്ക് എണ്ണ കാച്ചണം. അങ്ങനെ കുറേ പണിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം, തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വേണം എനിക്ക് ഒന്ന് എണ്ണ കാച്ചാൻ വേണ്ടി പോകാനേ. പിന്നെ കറ്റാർവാഴ പറിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോകണം. അങ്ങനെ സൂര്യയുടെ വീട്ടിൽ പോയി കറ്റാർവാഴയൊക്കെ പറിച്ചെടുത്തു കേട്ടോ. ഇനി അതിൻ്റെ മഞ്ഞ കറയുണ്ടല്ലോ, അതിനി കളയണം. അങ്ങനെ അത് ഞങ്ങൾ കറ കളയാൻ വേണ്ടി എടുത്തു വെച്ച. ഇനി നേരെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തുണി വിരിച്ചിടണം. കുറേ തുണിയുണ്ട്. ആ തുണി മുഴുവനും വിരിച്ചിട്ട് ഉണക്കിയെടുക്കണം. അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങി വന്നു കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടുന്ന ഭാഗമാണേ. അതുമാത്രമല്ല, ഇനി നേരെ പോയി എണ്ണയും കാച്ചിയിട്ട് വേണം എനിക്ക് കയറി കിടന്നൊന്ന് ഉറങ്ങാനും. കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. വീട്ടിൽ വരുമ്പോൾ ഞാൻ മിക്കവാറും എപ്പോഴും ഉറക്കമായിരിക്കും കേട്ടോ. അങ്ങനത്തെ എണ്ണയൊക്കെ കാച്ചുന്നതാട്ടോ. ഇതിൻ്റെ ശരിക്കുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കാക്കി ഇട്ട് തരണേ. കുറേ പേര് പറഞ്ഞു മുടിയുടെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ എണീറ്റ് വരുന്ന ഭാഗമാട്ടോ. പിന്നെ ആണെങ്കിൽ തുണിയെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ വിറക് ഇട്ടിട്ടുണ്ട്, കുറച്ച് വിറക് ഇട്ടിട്ടുണ്ട്. ആ വിറകൊക്കെ നല്ല പപ്പടം പോലെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 4 മണിക്കായി. കുട്ടികളൊക്കെ അതേ വന്ന് തുടങ്ങി കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ളത്. അമ്മയാണെങ്കിൽ നേരത്തെ വന്നു. പിന്നെ ആണെങ്കിൽ അമ്മയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ജ്യൂസ് കഴിക്കാനുള്ളതെല്ലാം കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു മനപ്രയാസമാണ്, തലവേദനയും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണോ? അങ്ങനെ തീയൊക്കെ കത്തിച്ചു. സത്യം പറയാലോ, എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണ് ഇത്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഗ്യാസ് തീർന്നു പോയി കേട്ടോ. ഇനി ഗ്യാസ് ഒന്ന് വാങ്ങണം. അങ്ങനെ കാപ്പിയൊക്കെ എങ്ങനെയോ ശരിയായി.
പിന്നാണ് നേരാണെങ്കിൽ മടയിൽ വരെ പോയി കേട്ടോ. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഇത് മേടുത്ത ചേട്ടൻ മുളക് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ കൊണ്ട് വിരിച്ചിട്ടതാണ്. ഇനി തിരിച്ചു വരുമ്പോൾ വേണം ഒന്ന് എടുക്കാൻ. അങ്ങനെ മടയിലെല്ലാം പോയി തുണിയെല്ലാം മടക്കി പിറക്കി എല്ലാം എടുത്തു വെച്ചു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയ ചെറിയ വിശേഷങ്ങൾ എൻ്റെ അത് പറയാനേ.